ഇസ്ലാമിക സമൂഹത്തിലെ തീവ്രവാദ പ്രസ്ഥാനം വഹാബിസത്തിന് ഡിക്ഷണറികൾ നൽകിയ അർത്ഥമാണിത്. കർമ്മം കൊണ്ട് സ്വന്തം പേരിനെ ഇത്രമേൽ യാഥാർത്ഥ്യവൽക്കരിച്ച ഒരു പ്രസ്ഥാനം വഹാബിസമല്ലാതെ മറ്റൊന്നുമില്ല. ദുർറുൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ വഹാബി രക്തരക്ഷസിന്റെ അഴിഞ്ഞാട്ടങ്ങളുടെ ദാരുണ കഥകൾ വിശദമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയും. തുർക്കി ഭരണത്തിന്റെ ആണിക്കല്ല് പറിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്ക് തിരുമുൽക്കാഴ്ച സമർപ്പിച്ചത് സാക്ഷാൽ വഹാബിസത്തിന്റെ കറുത്ത കരങ്ങളായിരുന്നുവെന്ന് ചിതലരിക്കാത്ത ചരിത്രരേഖകൾ സാക്ഷിയാണ്. സാത്വികരായ വിശ്വാസികളോട് അവിശ്വാസികളുടെ മേലിറങ്ങിയ സൂക്തങ്ങളോതി വ്യാജ അർത്ഥങ്ങൾ നൽകി അവരെ മുശ്രിക്കും കാഫിറുമാക്കി ചിത്രീകരിച്ച് നിഷ്കരുണം കൊന്നൊടുക്കി രക്തപ്പുഴകളൊഴുക്കിയും മുസ്ലിം കബന്ധങ്ങൾക്ക് മുകളിൽ വിപ്ലവ പതാക നാട്ടുകയും ചെയ്ത വഹാബിസത്തിന്റെ ചില്ലാക്ഷര മുഖങ്ങൾ കവി വിവരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. ദൗലത്ത് വന്നപ്പോൾ വധം നടപ്പാക്കി, ചോരപ്പുഴകൾ നാട്ടിലും പതിവാക്കി. ഇതു കാണുവാൻ കിതാബ് ദുർറിൽ നോക്കല 428 വാള്യം 3. ഇത് കൊണ്ട് കൊല്ലപ്പെട്ട മുസ്ലിം എത്രയാ, കണക്കൊന്ന് നോക്ക് കൂട്ടിയാൽ അത് കോടിയ. ആദർശമിത് ജമാ മുജാഹിദിനുണ്ട്, അത് കാരണം ഒറ്റിക്കൊടുക്കലുമുണ്ട്. തുർക്കിയ ഭരണത്തിന്റെ പതനം പൊന്നെ വഹാബികൾ ഒറ്റിക്കൊടുത്തത് തന്നെ. ഇന്നുള്ള പതനത്തിന് കാരണമായത് അന്നുള്ള കാരണം നിത്യമായി എന്നത്. അയൽവാസിയെ കൊല്ലേണ്ടതാണ് എന്ന് വിശ്വാസം അപകടം തന്നെയല്ലേ ഇന്ന്. ജൂദാനസ്വാറാക്കൾ അതാണേ കൂട്ടമായി മുസ്ലിംകളെ കൊല്ലുന്നു കൂട്ടം കൂട്ടമായി. ശിർക്കാക്കൾ നിർത്തിയില്ല എങ്കിൽ പിന്നെ രാഷ്ട്രീയ ഭാവിക്കും അപായം തന്നെ. RSS സമം ISM, RSS സമം MSM, RSS സമം KNM. അതുകൊണ്ട് അവിടെ തീവ്രവാദമില്ല. RSS സമം ISM, RSS സമം MSM, RSS സമം KNM. അതുകൊണ്ട് അവിടെ തീവ്രവാദമില്ല. ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയില്ല. ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളെ. നിങ്ങൾക്ക് ഇസ്ലാമിന് സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാൽ മതി. വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, പിടിച്ചു കെട്ടുക. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് 6-ാം നൂറ്റാണ്ടിലെ കുഫാറുകളെ കുറിച്ച് അവതീർണമായ വിശുദ്ധ വചനങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരെയാക്കി ചിത്രീകരിക്കുവാൻ നിർലജ്ജം ധൈര്യം കാണിച്ചവരാണ് ആധുനിക വഹാബികൾ. ഖുർആന് ദുർവ്യാഖ്യാനമാണിവർക്കുള്ളത്, ഖവാരിജും ഇത് തന്നെയാ ചെയ്തത്. മഴ വെള്ളം പമ്പിൻ തോളയിൽ വിഷമാണ്, ചേപ്പിൻ്റെ ഉള്ളിൽ തീയോ മുത്താണ്. ചിരിക്കിൻ്റെ അഹ്ലിൽ അവതരിച്ചൊരു ആയത്ത് മുസൽമാന്റെ മേൽ ചാർത്തുന്നതാണ് ആപത്ത്. കുഫാരിനുള്ള ബദായി വന്നുള്ളതിൽ
കഅബം തവാഫും പേട്ടതാണ് എന്നതിൽ സാദൃശ്യമാക്കാൻ കഴിയലങ്ങനെ പോട്ട വ്യത്യസ്ത വീക്ഷണമെന്നതാണ് ചട്ട ഇതുപോലെ സനമിൽ മറ്റൊരു ആയത്ത് കഅബന്റെ ഹജറിൽ വേക്കലാണാപത്ത് എല്ലാവരും ഓതുന്നത് ആയത്താണ് വ്യാഖ്യാനത്തിൽ മാറ്റം വരുത്തലുമാണ് ആടിൻ്റെ തലയും കൈയുമായി കയറി ഒരാൾ ബസിൻ്റെ യാത്രക്കാരെ ശല്യം ചെയ്തയാൾ പുറത്തേക്കിടാൻ അവരൊക്കെയും പറയുന്നു ഇവൻ ശക്തിയായി എതിർപ്പതും തുടരുന്നു ബസിൻ്റെ മുന്നിലെ എഴുത്തിനി വായിക്കണേ കൈകൾ തല പുറത്തേക്ക് ചാടരു തോർക്കണേ ഇതുപോലെയാണ് മാമുജന്തായത്തുകൾ അവരാശയത്തിൽ ബാധമില്ലി തെളിവുകൾ